ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് ചില സ്വഹാബികളോടൊപ്പം നടന്നു പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഹേ ഉമർ, താങ്കൾ ഉക്കാള ചന്തയിൽ ഒരു വടിയും പിടിച്ച് ആടുകളെ മേച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് താങ്കളെ കൊച്ചു ഉമർ എന്നാണ് വിളിച്ചിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾ ഉമറായി. അല്പം കൂടി കഴിഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീനായി തീർന്നു. അതിനാൽ പ്രജകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹുവിന്റെ താക്കീത് ഭയപ്പെടുന്നവന് അകന്നവരും അടുത്ത ബന്ധുക്കളായി തീരും. മരിക്കാൻ ഭയപ്പെടുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൂടെയുണ്ടായിരുന്ന ജാറൂദുൽ അബ്ദി പറഞ്ഞു, നിങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പരിധി വിട്ട് സംസാരിക്കുകയാണോ? അമീറുൽ മുഅ്മിനീനെ ആളുകൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സമയം നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ സംസാരിക്കട്ടെ, അവരെ തടയരുതോ? ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്നും അള്ളാഹു ഈ മഹദിയുടെ വിളി കേട്ടിട്ടുണ്ട്. അതിനാൽ അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവർ രാത്രി വരെ സംസാരിച്ചാലും കേൾക്കാൻ ഞാൻ സന്നദ്ധനാണ്. അൻസാരി വനിത, ഖസ്റജ് ഗോത്രക്കാരി, സാഹിത്യ തൽപരയും വാചാലയുമായിരുന്നു മഹദി. ഖുർആനിലെ അൽ മുജാദല അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന തർക്കിക്കുന്ന സ്ത്രീ എന്നറിയപ്പെടുന്നത് ഇവരാണ്. സഅലബ, അസ്റ, ഫിഹ്ർ, സഅലബ, ഗൻമ്, ഔഫ് എന്നീ ക്രമത്തിലാണ് മഹദിയുടെ പിതൃപരമ്പര. പ്രസിദ്ധ സ്വഹാബി ഉബാദത്ത് ബിൻ സാമിത്തിന്റെ സഹോദരൻ ഔസ് ബിൻ സാമിത്ത് ആയിരുന്നു ഇവരുടെ ഭർത്താവ്. ഇദ്ദേഹം ഇവരുടെ പിതൃവ്യ പുത്രൻ കൂടിയാണ്. വൃദ്ധനും മുൻകോപിയുമായിരുന്നു ഔസ്. ചിലപ്പോൾ ഭ്രാന്ത് ബാധിച്ചവരെ പോലെ പെരുമാറും. ഒരിക്കൽ ഔസും ഖൗലയും വഴക്കുണ്ടായി. കോപിഷ്ഠനായ ഔസ്, നീ എനിക്ക് മാതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. ജാഹിലിയ കാലത്ത് ഭർത്താക്കന്മാർ ഭാര്യമാരെ വിവാഹമോചനം നടത്തുന്നതിന് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുക പതിവായിരുന്നു. ഇങ്ങനെ വിവാഹമോചിതയായ സ്ത്രീയെ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ല. ദിഹാർ എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കോപം കൊണ്ട് പറഞ്ഞു പോയ വാക്കിൽ പശ്ചാത്താപം തോന്നിയ ഔസ് പരിഹാരം തേടി ഖൗലയെ നബി സന്നിധിയിലേക്ക് അയച്ചു. ഔസ് എന്റെ ഭർത്താവും പിതൃവ്യ പുത്രനുമാണ്. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം ദുർബലനാണ്. ചിലപ്പോൾ സ്വബോധമില്ലാത്തവനെ പോലെ പുലമ്പുന്ന സ്വഭാവമുണ്ട്. അങ്ങേക്കറിയാവുന്ന കാര്യമാണല്ലോ അത്. എനിക്ക് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന് എന്റെയും സഹായമില്ലാതെ കഴിയുക സാധ്യമല്ല. അദ്ദേഹം ത്വലാഖ് എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ല. നീ എനിക്ക് എന്റെ മാതാവിന്റെ മുതുക് പോലെയാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നബി പറഞ്ഞു, നീ അദ്ദേഹത്തിന് അന്യയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖൗല അസ്വസ്ഥയായി. കുറെ നേരം നബിയോട് തർക്കിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, താങ്ങാനാകാത്ത ഭർതൃവിരഹത്തെയും ഏകാന്തതയെയും കുറിച്ച് ഞാൻ നിന്നോട് പരാതി പറയുന്നു. ഞാൻ അശക്തയാണ്. എനിക്ക് പിഞ്ചു മക്കളുണ്ട്. അവരെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ പാഴായി പോകും. എന്റെ വേദനയും ദുഃഖവും നിന്റെ മുന്നിൽ ബോധിപ്പിക്കുകയാണ്. അതിനാൽ നിന്റെ ദൂതന്റെ നാവിലൂടെ ഞങ്ങൾക്ക് ആശ്വാസകരമായ വചനങ്ങൾ അവതരിപ്പിച്ചു തരണമേ. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, അത് കേട്ട് ഞാനടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കരഞ്ഞുപോയി. ഒട്ടും താമസിയാതെ നബിക്ക് വഹയി ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വിയർത്തുകൊണ്ടിരുന്ന നെറ്റിത്തടത്തിൽ നിന്നും വിയർപ്പ് കണങ്ങൾ അടർന്നു വീണു. ഒടുവിൽ നിറഞ്ഞ സന്തോഷത്തോടെ പ്രവാചകൻ പറഞ്ഞു, ഖൗല, സന്തോഷിച്ചു കൊള്ളുക. അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ തീർപ്പു കൽപ്പിച്ചിരിക്കുന്നു. തുടർന്ന് സൂറത്തുൽ മുജാദലയുടെ ആദ്യ ഭാഗം നബി ഓതി കൽപ്പിച്ചു. സ്വന്തം ഭർത്താവിനെ കുറിച്ച് താങ്കളോട് തർക്കിക്കുകയും അള്ളാഹുവിനോട് സങ്കടപ്പെടുകയും ചെയ്യുന്ന സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ സംവാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമല്ലോ. നിങ്ങളിൽ സ്വഭാര്യമാരെ ദിഹാർ ചെയ്യുന്നവരുണ്ടല്ലോ. ആ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല, അവരെ പ്രസവിച്ചവർ മാത്രമാകുന്നു അവരുടെ മാതാക്കൾ. അവർ തള്ളപ്പെട്ടതും വ്യാജവുമായ കാര്യമത്രേ പറയുന്നതും. നിശ്ചയം ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനുമത്രേ സ്വന്തം ഭാര്യമാരെ ദിഹാർ ചെയ്യുകയും പിന്നീട് അപ്പറഞ്ഞതിൽ നിന്നും മടങ്ങുകയും ചെയ്യുന്നവർ. പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാകുന്നു. നിങ്ങളോട് ഉപദേശിക്കുന്നതാണിത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനത്രേ അല്ലാഹു.
മോചിപ്പിക്കാൻ അടിമയെ ലഭിച്ചില്ലെങ്കിൽ ദമ്പതിമാർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പ് 6 മാസക്കാലം തുടർച്ചയായി വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. അതിന് കഴിവില്ലെങ്കിൽ 60 സാധുക്കൾക്ക് അന്നം നൽകേണ്ടതാണ്. നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കേണ്ടതിനത്രേ ഇത്. ഇവ അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു. നിഷേധിക്കുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഖുർആൻ ഓതിക്കൽപ്പിച്ച ശേഷം നബി ഖൗലയോട് പറഞ്ഞു, അദ്ദേഹം ഒരടിമയെ മോചിപ്പിക്കട്ടെ. അതിന് കഴിവില്ലെങ്കിൽ 60 സാധുക്കൾക്ക് ആഹാരം നൽകുകയോ ചെയ്യട്ടെ. അപ്പോൾ ഖൗല പറഞ്ഞു, മോചിപ്പിക്കാൻ അദ്ദേഹത്തിന് അടിമകളില്ല, ഞാനല്ലാത്ത മറ്റൊരു വൃത്യയുമില്ല. അതുപോലെ 2 മാസത്തെ നോമ്പിനുള്ള ശക്തിയും അദ്ദേഹത്തിനില്ല. ഒരു തരിശു നിലം പോലെയാണ് അദ്ദേഹം. തുടരെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ശരീരം ക്ഷയിക്കുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യവും അങ്ങനെ തന്നെ, വല്ല വിധേനയും കഴിഞ്ഞുകൂടുന്നുവെന്ന് മാത്രം. അപ്പോൾ നബി പറഞ്ഞു, എങ്കിൽ ഉമ്മുൽ മുൻദിർ ബിൻതു ഖൈസിന്റെ അടുക്കൽ പോയി ഒരു ചുമട് കാരക്ക വാങ്ങി സാധുക്കൾക്ക് നൽകട്ടെ. ഖൗല ചെല്ലുമ്പോൾ വീട്ടുമുറ്റത്ത് അക്ഷമനായി കാത്തു നിൽക്കുകയായിരുന്നു ഔസ്. നബിയുടെ കൽപ്പന കേട്ട് അദ്ദേഹം ഉമ്മുൽ മുൻദിറിന്റെ അടുക്കലേക്ക് ഓടി. കാരക്ക കേട്ട് സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ടുവന്നു. 5 സ്വാവ് പോലും ചുമക്കാൻ കഴിവില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. സ്വഹാബികൾ മഹദിയേറെ ആദരിച്ചിരുന്നു. അള്ളാഹു വിളികേട്ട സ്ത്രീ എന്നായിരുന്നു അവരെ വിശേഷിപ്പിച്ചിരുന്നത്. അൽ മുജാദല അധ്യായത്തിന് അൽ മുജാദില എന്നും പേരുണ്ട്. ഇത് ന്യായവാദം നടത്തുന്നവൾ എന്ന അർത്ഥത്തിലാണ്. ഇസ്ലാം സ്ത്രീയെ അവഗണിക്കുന്നുവെന്നും അവളുടെ മനുഷ്യ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും ആരോപണം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിന് നിയമങ്ങൾ പഠിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നെന്നും ശേഷിക്കുന്ന വിശേഷണമായി മഹദിയിൽ നിറഞ്ഞു നിൽക്കുന്നു.